BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഏലത്തൂരിൽ AK ശശീന്ദ്രൻ മത്സരിക്കും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് NCP ദേശീയ നേതൃത്വം. ഏലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ മത്സരിക്കും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് NCP ദേശീയ നേതൃത്വം. ഏലത്തൂർ AK ശശീന്ദ്രൻ, കുട്ടനാട് തോമസ് K തോമസ്, മലപ്പുറം KT മുജീബ് എന്നിവർ മത്സരിക്കും. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്നുവന്ന പ്രതിഷേധം ദേശീയ നേതൃത്വം പരിഗണിച്ചില്ല. മന്ത്രി AK ശശീന്ദ്രന്റെ സിറ്റിംഗ് മണ്ഡലമായ ഏലത്തൂരിൽ തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് തീരുമാനം NCP കേന്ദ്ര നേതൃത്വത്തിന് വിട്ടിരുന്നു. ജസ്ന തിരോധാനം അന്വേഷണം തുടരുവാൻ CBI എരുമേലിയിൽ ഓഫീസ് തുറന്നു. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ അന്വേഷണം തുടരുവാൻ CBI എരുമേലി PWD റെസ്റ്റ് ഹൌസിൽ CBI ഓഫീസ് തുറന്നു. അന്വേഷണ സംഘം ഇന്നെത്തിയേക്കും. 6 മാസത്തേക്കാണ് ഇവിടെ ഓഫീസ് പ്രവർത്തിക്കുക. 2 റൂമുകളാണ് CBI എടുത്തിരിക്കുന്നത്. കേസന്വേഷണം അവസാനിപ്പിക്കുവാൻ അനുമതി തേടി 2024 തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI റിപ്പോർട്ട് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് INTUC ഹൈക്കമാൻഡിനെ സമീപിച്ച് R ചന്ദ്രശേഖരൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇടപെടൽ തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് INTUC സീറ്റിനായി ഹൈക്കമാൻഡിനെ സമീപിച്ച് R ചന്ദ്രശേഖരൻ. കൊല്ലത്തടക്കം INTUCയെ പരിഗണിക്കണം എന്ന ആവശ്യം. സീറ്റിനായി INTUC നേതാവ് R ചന്ദ്രശേഖരൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇടപെടൽ തേടിയിട്ടുണ്ട്. എന്നാൽ ചന്ദ്രശേഖരനെതിരെ പ്രാദേശികമായി ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി ഇല്ല. എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാതെ CPIM എല്ലാ പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തും. കുറ്റപത്രം സമർപ്പിച്ച ശേഷം നടപടിയിൽ തീരുമാനമെടുക്കും. പത്മകുമാർ നൽകിയ വിശദീകരണം സമഗ്രമായി പരിശോധിക്കുവാനും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പരസ്യ പിന്തുണ. സഭ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു. പെന്തക്കോസ്ത് സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പെന്തക്കോസ്ത് സഭ. ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്ന് പെന്തക്കോസ്ത് സഭ ഐക്യവേദി പ്രതിനിധി ബാബു പറയത്തുകാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പരസ്യ പിന്തുണ നൽകും. സഭ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചു. പെന്തക്കോസ്ത് സഭാ വിഭാഗത്തെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കുവാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ തീരുമാനമെടുത്തു. നന്ദി അറിയിച്ച് മുഖ്യമന്ത്രിയെ കണ്ടു. സർക്കാരിന് സഹായകരമാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ് വിഷയം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ പ്രതിഷേധം. വൈശാഖ് നാരായണസ്വാമിക്കെതിരെ പ്രവർത്തകർ. വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ കലാപം. സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുന്ന വൈശാഖ് നാരായണസ്വാമിക്കെതിരെ ഭൂരിഭാഗം പ്രവർത്തകരും രംഗത്തെത്തി. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ DCC സെക്രട്ടറിമാരും ബ്ലോക്ക് പ്രസിഡന്റും നേതൃത്വത്തിന് വിയോജനക്കുറിപ്പ് അയച്ചു. വൈശാഖ് നാരായണസ്വാമി സംഘടനാ നേതൃത്വത്തിൽ നിൽക്കുന്നയാളോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമോ ഉള്ള വ്യക്തിയല്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യതയുള്ള വടക്കാഞ്ചേരിയിൽ പരാജയപ്പെടുമെന്ന കാര്യം ഉറപ്പാണെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. കരൂർ ദുരന്തം ക്രമസമാധാന ചുമതല സംസ്ഥാന പോലീസിന്റേത്. CBI അന്വേഷണത്തിൽ പറഞ്ഞതിലുറച്ച് വിജയ്. കരൂർ ദുരന്തത്തിലെ CBI അന്വേഷണത്തിൽ പറഞ്ഞതിലുറച്ചു തന്നെ TVK അധ്യക്ഷൻ വിജയ്. ക്രമസമാധാന ചുമതല സംസ്ഥാനത്തെ പോലീസിന്റേതെന്ന് വിജയ് ആവർത്തിച്ചു. അധികാരികളുമായി എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും CBIയോട് വിജയ് പറഞ്ഞു. മൊഴികളിലെ വ്യക്തതയ്ക്കായാണ് വീണ്ടും വിളിച്ചു വരുത്തിയതെന്ന് CBI വൃത്തങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.